ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇമേജ് വിഡ്ജറ്റ് ആണ്. സോ ഈ വിഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇമേജ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ ഫോർമാറ്റ് സപ്പോർട്ടഡ് ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് JPEG, PNG, GIF, അതുപോലെ അനിമേറ്റഡ് GIF, WebP തുടങ്ങിയ എല്ലാ ഫോർമാറ്റും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെ ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് VS Code ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ VS Code ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എക്സ്പ്ലോററിൽ വരിക. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇമേജ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലായിരിക്കും നമ്മൾ ഒരു ഫോൾഡർ എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലായിരിക്കും അത് ക്രിയേറ്റ് ആവുന്നത്. സോ നമുക്ക് റൂട്ട് ഫോൾഡറിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് മൈ ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലാണ് നമുക്ക് നമ്മുടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ അതിന് ചെയ്യേണ്ടത് താഴെ വന്നതിന് ശേഷം ഈ എംപ്റ്റി ആയിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇതുപോലെ ഒരു ഔട്ട്ലൈൻ, ബ്ലൂ ഔട്ട്ലൈൻ ലഭിക്കും. ഇനി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മുടെ റൂട്ട് ഫോൾഡറിലായിരിക്കും ക്രിയേറ്റ് ആവുക. ഇനി ഞാനിവിടെ ഫോൾഡർ എന്ന് പറയുന്ന ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ഇമേജസ് എന്ന് കൊടുക്കുന്നു. ഇമേജസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ റിവീൽ ഇൻ ഫയൽ എക്സ്പ്ലോറർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് അതുപോലെ ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ കാണാൻ സാധിക്കും. ഓക്കെ, സോ അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇമേജസ്, കുറച്ച് ഇമേജ് നമുക്ക് അതിലോട്ട് കോപ്പി ചെയ്യാം. സോ നമ്മൾ ആദ്യം ഈ ഒരു ഡോഗിൻ്റെ ഇമേജ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ആ ഇമേജസ് എന്ന് പറയുന്ന ഫയലിനുള്ളിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. സോ നമുക്കിനി തൽക്കാലം മിനിമൈസ് ചെയ്യാം. സോ നമ്മൾ ഇനി VS Codeൽ വന്നു കഴിഞ്ഞാൽ ഈ ഇമേജസിനുള്ളിൽ നമുക്ക് ഡോഗ് എന്ന് പറയുന്ന ആ ഒരു ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഇമേജാണ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിനുള്ളിൽ നിന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ തൽക്കാലം ഇത് ഇവിടെ മിനിമൈസ് ചെയ്യുന്നു. സോ അതിന് മുമ്പായി ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് നമ്മളിവിടെ pub/spec.yaml എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. സോ ഇതിൽ താഴെ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അസെറ്റ് എന്ന് പറയുന്ന സംഭവം കാണാൻ സാധിക്കും. സോ ഈ ആദ്യത്തെ രണ്ട് ഭാഗം നമുക്ക് അൺകമൻറ്റ് ചെയ്യാം. നമ്മൾ Ctrl// പ്രസ് ചെയ്യുക. സോ ഇതുപോലെ അൺകമൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മുടെ അസെറ്റ്സ് എന്നുണ്ടായിരിക്കും. അതിനുശേഷം കോളൻ, ശേഷം ഒരു സ്പേസ് കൊടുത്ത ശേഷം ഇമേജസ്. ഈ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറാണ്. അതിനുശേഷം // കൊടുത്ത ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫയലിൻ്റെ പേര് .jpg. ശേഷം ഈ ഒരു ഫയൽ സേവ് ചെയ്യാം. നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫോട്ടോ ഉപയോഗിക്കണമെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു സെറ്റിംഗ് ഈ ഒരു ഫയലിൽ നമുക്കിതുപോലെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ വായിച്ചാൽ കാണാൻ സാധിക്കും. ടു ആഡ് അസെറ്റ് ടു യുവർ ആപ്ലിക്കേഷൻ ആഡ് ആൻ അസെറ്റ് സെക്ഷൻ ലൈക്ക് ദിസ്. ഓക്കെ, സോ നമുക്കിതുപോലെ കൊടുക്കേണ്ടതുണ്ട്. ഏത് ഫോൾഡറിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കിവിടെ കൊടുക്കേണ്ടതുണ്ട്. സോ ഇത് സേവ് ചെയ്ത ശേഷം നമുക്ക് താഴെ വരാം. സോ നമ്മൾ ബോഡിക്കുള്ളിൽ വരുന്നു. നമ്മുടെ ഒരു ബ്ലാങ്ക് വിഡ്ജറ്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്കഫോൾഡിനുള്ളിൽ നമ്മൾ ബോഡിക്കുള്ളിൽ നമ്മളിവിടെ കോളം എന്ന് പറയുന്ന വിഡ്ജറ്റ് സെലക്ട് ചെയ്യുന്നു. കോളത്തിനുള്ളിൽ നമുക്കറിയാം ചിൽഡ്രൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇതിനുള്ളിൽ നമുക്ക് ഒരുപാട് വിഡ്ജറ്റുകൾ കൊടുക്കാൻ സാധിക്കും. സോ ആദ്യം നമ്മൾ കൊടുക്കുന്നത് image.asset. സോ ഈ ഒരു വിഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ഫോൾഡർ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇതിനുള്ളിൽ കൊടുക്കുന്ന ഫോട്ടോസ് നമുക്കിതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. image.asset എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് വഴി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ പാത്താണ്, ആ ഒരു ഇമേജിലോട്ടുള്ള പാത്താണ്. നമ്മൾ images dog.jpg. ഓക്കെ, ഇത്രയും കൊടുത്ത ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ നമുക്കിവിടെ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിവിടെ താഴെ വന്ന് നോക്കാം. താഴെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മറ്റു പ്രോപ്പർട്ടീസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇതിലാദ്യം നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി ഹൈറ്റ് ആണ്. നമ്മൾ ഹൈറ്റ് ഒരു 200 എന്ന് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് വിഡ്ത്ത് നമുക്കൊരു 200 കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചറിൻ്റെ സൈസ് നമുക്കിതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇവിടെ കോളത്തിൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ റീഫാക്ടറിൽ ക്ലിക്ക് ചെയ്യാം. റീഫാക്ടറിൽ ക്ലിക്ക് ചെയ്ത ശേഷം റാപ്പ് വിത്ത് സെൻറ്റർ എന്ന് കാണാൻ സാധിക്കും. സോ നമുക്കൊരു സെൻറ്റർ വിഡ്ജറ്റ് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ക്ലിക്ക് ചെയ്യാം. സോ നമുക്കൊരു സെൻറ്റർ വിഡ്ജറ്റിനുള്ളിൽ നമ്മുടെ ഈ കോളം വിഡ്ജറ്റ് വരുന്നതായിരിക്കും. സേവ് ചെയ്യാം. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെൻറ്ററിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. സോ നമുക്ക് സൈസ് കൂട്ടണമെങ്കിൽ നമ്മളിവിടെ 300 അതുപോലെ 300 കൊടുക്കാം. സേവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് സൈസ് കൂട്ടാൻ സാധിക്കും. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫിറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്.
സോ അത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് വിഡ്ജറ്റിനെ നമുക്കൊരു കണ്ടെയ്നറിനുള്ളിലോട്ട് മാറ്റാം. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റീഫാക്ടറിൽ ക്ലിക്ക് ചെയ്യുന്നു, റാപ്പ് വിത്ത് കണ്ടെയ്നർ എന്നതിൽ കൊടുക്കുന്നു. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടെയ്നറിന് നമുക്ക് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് കണ്ടെയ്നറിനുള്ളിൽ കൊടുക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്ക് ആ സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും ലഭിക്കുക. സോ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കണ്ടെയ്നറിന് നമുക്കൊരു കളർ കൂടി കൊടുക്കാം. ഓക്കെ, കളർ നമുക്ക് കളേഴ്സ് ഡോട്ട് ഉദാഹരണമായി നമുക്ക് ഈ ഡീപ്പ് ഓറഞ്ച് തന്നെ കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ ഈ കാണുന്നതാണ് നമ്മുടെ 300x300 കണ്ടെയ്നർ. അതിനുള്ളിൽ നമ്മുടെ ചൈൽഡ് വിഡ്ജറ്റായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഇമേജ് ആഡ് ചെയ്തു. സോ ഇനി ഇതിന് താഴെ വന്നതിന് ശേഷം നമുക്ക് ഫിറ്റ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഫിറ്റ്. സോ ഇതിൽ നമുക്ക് മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് ഫിറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ ബോക്സ് ഫിറ്റ് ഡോട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, കണ്ടെയ്ൻ, കവർ, ഫിൽ ഹൈറ്റ്, ഫിറ്റ് വിഡ്ത്ത് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ ആദ്യം കണ്ടെയ്ൻ സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ യാതൊരു മാറ്റവുമില്ല. സോ നമ്മുടെ ടാർഗറ്റ് ബോക്സിനുള്ളിൽ അത് കണ്ടെയ്ൻ ചെയ്ത് നിൽക്കും. സോ ഈ കാണുന്ന പോലെ. സോ അതാണ് നമുക്ക് യാതൊരു മാറ്റവും അവിടെ ലഭിക്കാഞ്ഞത്. സോ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അതിൻ്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കവറാണ്. സോ കവർ സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ ആ മുഴുവൻ കണ്ടെയ്നറിനുള്ളിലും ഇത് കവറായി നിൽക്കുന്നതായിരിക്കും. അതിനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്, കവർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അതുപോലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൽ, സേവ് ചെയ്യാം. ഫിൽ നമുക്ക് നേരത്തെ നമ്മുടെ പിക്ചർ കുറച്ച് ഭാഗം ക്രോപ്പായി പോയിരുന്നു. സോ ഫില്ലാണെങ്കിൽ അതൊന്ന് സ്ട്രെച്ച് ആയിട്ട് ഇതുപോലെ നിൽക്കുന്നതായിരിക്കും. അതുപോലെ ഫിൽ ഹൈറ്റ് മാത്രം ഫില്ലായി നിൽക്കുന്നതായിരിക്കും. സേവ് ചെയ്യാം. സോ നമുക്കിപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഹൈറ്റ് ഫില്ലായി നിൽക്കും, ബാക്കി ഭാഗം കുറച്ച് വിഡ്ത്ത് കുറച്ച് സ്ട്രെച്ചായി നിൽക്കുന്നതായിരിക്കും. അതുപോലെ ഫിറ്റ് വിഡ്ത്ത് ഉണ്ട്, ഫിറ്റ് വിഡ്ത്ത്. സോ ഇതിന് മുകളിൽ മൗസ് വെച്ചാൽ തന്നെ അതെങ്ങനെയാണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഫിറ്റ് വിഡ്ത്ത്. ഓക്കെ, സോ നമ്മുടെ കോളം എങ്ങനെയാണോ അതിൻ്റെ വിഡ്ത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഹൈറ്റ് കുറഞ്ഞു, നമ്മുടെ പിക്ചറിൻ്റെ വിഡ്ത്ത് എത്രയായിരുന്നു അത് അതിനുള്ളിൽ ഫിറ്റായി നിൽക്കുന്നതായി കാണാൻ സാധിക്കും. സോ അതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജസ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കൊടുത്തത് താഴെ വന്നു കഴിഞ്ഞാൽ pubspec.yaml എന്ന് പറയുന്ന ഈ ഫയലിൽ കൊടുത്ത് നമ്മൾ ആ ഒരു ഫയലിൻ്റെ ഫുൾ പാത്തായിരുന്നു ഇമേജസിൽ doc.jpg എന്നായിരുന്നു. നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജസ് ഈ ഫോൾഡറിൽ നിന്ന് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഫയൽ നെയിം നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഇതുപോലെ ഇമേജസ് അതുപോലെ // എന്ന് കൊടുത്താൽ മതി. സോ ഇമേജസ് എന്ന് പറയുന്നത് നമ്മളിവിടെ റൂട്ട് ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്ത ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറാണ്. ഇതിലിപ്പോൾ ഒരു ഫയൽ മാത്രമാണുള്ളത്. സോ നമ്മൾ ഇതിൽ ഒന്നിൽ കൂടുതൽ ഫയൽ ഇതിൽ ആഡ് ചെയ്യുന്നു. സോ നമ്മൾ റിവീൽ ഇൻ ഫയൽ എക്സ്പ്ലോററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതിലിപ്പോൾ ഉള്ളത് ഡോഗിൻ്റെ ഫോട്ടോയാണ്. സോ അതിൽ നമ്മൾ മറ്റൊരു ഫോട്ടോ കൂടി ആഡ് ചെയ്യുന്നു, ഈ ക്യാറ്റിൻ്റെ ഫോട്ടോ കൂടി ആഡ് ചെയ്യുന്നു. സോ ആഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഫോട്ടോ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഈ ഫയൽ ആദ്യം സേവ് ചെയ്യാം. ശേഷം നമ്മൾ image.dart പോകുന്നു. സോ ഈ ഒരു കണ്ടെയ്നർ നമുക്ക് മുഴുവനായിട്ട് താഴോട്ട് കോപ്പി ചെയ്യാം. താഴോട്ട് കോപ്പി ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് അതേ ഇമേജ് നമുക്ക് താഴെയും ലഭിക്കും. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ ഡോഗിന് പകരമായി നമ്മളിവിടെ ക്യാറ്റ് എന്ന് കൊടുക്കാം. cat.jpg സേവ് ചെയ്യാം. സോ നമുക്ക് രണ്ടാമത്തെ പിക്ചറായിട്ട് നമുക്ക് നമ്മുടെ ക്യാറ്റിൻ്റെ ഫോട്ടോ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കളർ ലഭിക്കാൻ കാരണം നമ്മളിവിടെ കളർ കൊടുത്തത് കൊണ്ടാണ്. അത് വേണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അതുപോലെ ഇവിടെയും നമ്മൾ കളർ ഒഴിവാക്കാം, സേവ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ 2 ഫോട്ടോ ആഡ് ചെയ്തു. രണ്ടും നമ്മൾ ലോക്കലി നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ നിന്നാണ് കൊടുത്തത്. സോ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ pubspec എന്ന് പറയുന്ന ഫയലിൽ വന്നതിന് ശേഷം ഇതുപോലെ ആ ഫോൾഡർ നെയിം മാത്രം കൊടുത്ത് // കൊടുത്താൽ മതി. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്, നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നുള്ളൊരു ഇമേജ് നമുക്ക് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സാധിക്കുമെന്നതാണ്. സോ നമ്മളിപ്പോൾ ചെയ്തത് നമ്മൾ ലോക്കലായിട്ടുള്ളൊരു ഇമേജ് ആയിരുന്നു, നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ നിന്നുമാണ് നമ്മൾ കൊടുത്തത്. സോ ഇനി നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും ഒരു ലിങ്ക് വഴി നമുക്ക് നമ്മുടെ ഒരു പിക്ചർ എങ്ങനെ, ഒരു ഇമേജ് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ അതിന് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ കോളത്തിനുള്ളിൽ നമുക്ക് എത്ര വിഡ്ജറ്റ് വേണമെങ്കിലും ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ചിൽഡ്രൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ അതിന് താഴെ വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നു, കണ്ടെയ്നർ. സോ ഇതിനുള്ളിൽ ചൈൽഡ് പ്രോപ്പർട്ടിക്കുള്ളിൽ നമ്മൾ ഇമേജ്. സോ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് image.network എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റാണ്.
സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളൊരു സിംഗിൾ കോട്ടിനുള്ളിൽ നമ്മൾ നമ്മുടെ ഇമേജിൻ്റെ ലിങ്ക് കൊടുക്കണം. സോ ഉദാഹരണമായി ഞാനിവിടെ ഗൂഗിളിൽ കേരള എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഇമേജ് സെക്ഷനിൽ വരുന്നു. ഇമേജ് സെക്ഷനിൽ വന്നതിന് ശേഷം ഞാൻ തൽക്കാലം ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. സോ അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കോപ്പി ഇമേജ് അഡ്രസ്സ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഇമേജ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഇമേജാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ വേണ്ടത്. സോ നമ്മളിവിടെ അഡ്രസ് ബാറിൽ നിന്നും ആ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ ഒരു സിംഗിൾ കോട്ടിനുള്ളിൽ നമ്മളിത് ഇവിടെ കൊടുക്കുന്നു, ആ ഒരു ലിങ്ക് ഇവിടെ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ നേരത്തെ പഠിച്ച ഹൈറ്റും വിഡ്ത്തും അതുപോലെ നമ്മൾ കണ്ടെയ്നറിൽ പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഇവിടെയും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ ഹൈറ്റ് 250 കൊടുക്കുന്നു, അതുപോലെ വിഡ്ത്ത് 250 കൊടുക്കുന്നു. സേവ് ചെയ്യാം. സോ ആ രീതിയിലോട്ട് നമ്മുടെ പിക്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഫിറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എല്ലാം നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് ഇമേജ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ലോക്കലായിട്ടും ആഡ് ചെയ്യാം, അതുപോലെ നമുക്ക് നെറ്റ്വർക്കിൽ നിന്നും ലിങ്ക് ഉപയോഗിച്ചും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.